ഹോസ്പിറ്റലിൽ വരുന്ന പലരെയും ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡോക്ടർമാർ എന്തിനാണ് ഇത്രയധികം ടെസ്റ്റുകൾ എഴുതി നമ്മുടെ പെടലേക്ക് വെക്കുന്നതല്ലേ. ചുളുവിൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കി പുട്ടടിക്കാനുള്ള ശ്രമമാണെന്നാണ് കരക്കമ്പി എങ്കിലും അതങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് വരാവുന്ന അസുഖങ്ങൾ അപ്രോക്സിമേറ്റ്ലി 10,000-ഓളമാണ്. ഓഫ് കോഴ്സ് ഇൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. നമ്മളുടെ എല്ലാവരുടെയും ആവശ്യം നമ്മളൊരു ഡോക്ടറിനെ പോയി കാണുമ്പോൾ തന്നെ അവർ നമ്മൾ പറയുന്നതൊക്കെ വെച്ചോണ്ട് നമുക്ക് മരുന്ന് എഴുതി തരണം, നമ്മുടെ അസുഖം കണ്ടുപിടിക്കണം എന്നൊക്കെയാണ്. നമ്മൾ ഈ അവരോട് പറയുന്നതെല്ലാം നമ്മുടെ എക്സ്റ്റേണൽ സിംറ്റംസ് ആണ്. ഇനി ഈ 10,000-കണക്കിന് രോഗങ്ങൾക്ക് നമ്മുടെ ശരീരം കാണിക്കുന്ന എക്സ്റ്റേണൽ സിംറ്റംസ് എന്ന് പറയുന്നത് വിരലിൽ എണ്ണാൻ പറ്റുന്നത് മാത്രമാണ്. ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തുള്ള പെയിൻ ആയിരിക്കാം, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച് ആയിരിക്കാം, നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായിരിക്കാം, ഇനിയും ഡയറിയ, വോമിറ്റിംഗ്, വൈറ്റൽസിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇങ്ങനെ നമ്മുടെ വിരലിൽ എണ്ണാൻ പറ്റുന്ന സയൻസ് മാത്രമേ നമ്മളുടെ എക്സ്റ്റേണൽ സയൻസ് ആയിട്ട് ഇത്രയും അധികം രോഗങ്ങൾക്ക് നമ്മുടെ ശരീരം കാണിക്കത്തുള്ളൂ. ഇനി ഈ വിരലിൽ എണ്ണാൻ പറ്റുന്ന സിംറ്റംസ് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ 10,000-ഓളം വരുന്ന അസുഖങ്ങളിൽ നിന്ന് നിങ്ങളുടെ അസുഖം കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ബിക്കോസ് ഫോൾസ് ഡയഗ്നോസിസിന് ചാൻസസ് ഉണ്ട്. ഇതുമൂലം നമുക്ക് റിയൽ ഇഷ്യൂസിനെ മിസ് ഔട്ട് ചെയ്യുവാനും അത് അവിടെ ഇരുന്ന് വഷളാകുവാനും നമ്മുടെ ജീവന് തന്നെ അത് ആപത്താകുവാനും കാരണമായി തീരും. സോ ഏത് അസുഖത്തിനും ഒരു കറക്റ്റ് ഡയഗ്നോസിസ് നടത്താൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഇന്റേണൽ കണ്ടീഷനെ പറ്റി അറിയുക എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമ്മളൊരു കാർ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് അത് തുറന്ന് അതിൻ്റെ അകത്തോട്ട് നോക്കുക എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോഴും എക്സ്റ്റേണൽ സൈൻസ് ആൻഡ് സിംറ്റംസ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റിനെ കറക്റ്റായിട്ട് അറിയുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനായിട്ട് എപ്പോഴും നമ്മളെ തുറന്നു നോക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുമായിരിക്കാം. അവിടെയാണ് ഈ ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കുന്നത്. അത് ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കാം, നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഏതൊരു ഫ്ലൂയിഡിന്റെ ടെസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഇമേജിംഗ് സ്റ്റഡീസ് ആയിരിക്കാം. ഇതൊക്കെയും ആക്ച്വലി ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യുവർ സിംറ്റം ആൻഡ് യുവർ എക്സാക്ട് ഡിസീസ്. നിങ്ങളുടെ ശരീരം കാണിച്ച സിംറ്റത്തിന്റെയും നിങ്ങളുടെ യഥാർത്ഥ അസുഖത്തിന്റെയും ഇടയ്ക്കുള്ളൊരു പാലമായിട്ടാണ് ഈ ടെസ്റ്റുകളെല്ലാം നമ്മളെ സഹായിക്കുന്നത്. ഈ ടെസ്റ്റുകൾ ഒരിക്കലും നമ്മളൊരു തലവേദനയായിട്ട് കാണരുത്. ആക്ച്വലി നമ്മൾ ഇതിന് ഗ്രേറ്റ്ഫുൾ ആകണം. കാരണം ഡയറക്റ്റ് ആയിട്ട് ഈ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു രോഗനിർണയം വളരെ ഫാസ്റ്റും ഈസിലി ആയിട്ട് നമ്മുടെ കരങ്ങളിൽ കിട്ടുകയാണ്. പക്ഷെ നമ്മൾ കുറച്ചു കാലം പുറമോട്ട് പോവുകയാണെങ്കിൽ സിറ്റുവേഷൻ ഇതുപോലെ ആയിരുന്നില്ല. പ്രോപ്പർ ടെസ്റ്റിംഗ് ആൻഡ് ഇമേജിംഗ് മെഷേഴ്സ് ഇല്ലാഞ്ഞത് മൂലം പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അതിലൂടെ പേഷ്യൻസിന്റെ സിറ്റുവേഷൻസ് വേഴ്സൺ ആകുകയും ഡെത്തിലോട്ട് പോയ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്നൊക്കെയും നമ്മുടെ സയൻസ് ആൻഡ് മെഡിസിൻ ഇത്രയും പ്രോഗ്രസ് ചെയ്യുകയും ഇത്രമാത്രം ടെസ്റ്റിംഗ് ഇമേജിംഗ് മെഷേഴ്സ് നമുക്കുള്ളപ്പോൾ ആക്ച്വലി നമ്മളതിന് ഗ്രേറ്റ്ഫുൾ ആകുകയല്ലേ ചെയ്യേണ്ടത്. ഇനി ഇതെല്ലാം ഡോക്ടേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടിയാണെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ വലിയ ഹോസ്പിറ്റൽസിലും വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഒരു ഫിക്സഡ് സാലറി ആണുള്ളത്. നിങ്ങൾക്ക് 2 ടെസ്റ്റ് കൂടുതൽ എഴുതിയെന്ന് വെച്ചാൽ അവരുടെ സാലറി കൂടാനോ, നിങ്ങൾക്ക് 2 ടെസ്റ്റ് കുറച്ച് എഴുതിയെന്ന് വെച്ചാൽ അവരുടെ സാലറി കുറയാനോ പോകുന്നില്ല. ഇറ്റ്സ് ഫോർ യു.